ഹലോ, എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് മാർച്ച് 11-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? നവീൻ ചന്ദ്ര രാംഗുലം ആണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ പോകുന്ന രാജ്യം. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ പോകുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലീറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലീറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബോബി ജോർജ് ആണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലീറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതനായത് അഞ്ജു ബോബി ജോർജ് ആണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാൻ ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്? 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടാൻ ഇന്ത്യ ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് വെച്ചാൽ ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. 2025 മാർച്ചിൽ ഏത് കമ്പനികളാണ് ഇന്ത്യയുടെ ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി പങ്കാളിത്തം പ്രഖ്യാപിച്ചത്? 2025 മാർച്ചിൽ ഏത് കമ്പനികളാണ് ഇന്ത്യയുടെ ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായിട്ട് പങ്കാളിത്തം പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചാൽ റിലയൻസ് ജിയോയും സ്റ്റാർലിങ്കും ആണ് ഇന്ത്യയുടെ ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായിട്ട് പങ്കാളിത്തം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. 2025 മാർച്ചിൽ അന്തരിച്ച ദളിത് ആദിവാസി അവകാശ പ്രവർത്തകൻ ആരാണ്? 2025 മാർച്ചിൽ അന്തരിച്ച ദളിത് ആദിവാസി അവകാശ പ്രവർത്തകൻ KK കൊച്ചാണ്. KK കൊച്ച്. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി എഴുത്തുകാരി. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി എഴുത്തുകാരി ആരാണ്? KP സുധീരയാണ്. KP സുധീര. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി എഴുത്തുകാരിയാണ് ആര്? KP സുധീര. അടുത്ത ചോദ്യം. 30-ാം UN കാലാവസ്ഥാ ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? 30-ാം UN കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? അത് ബ്രസീലിലെ ബെലേമിലാണ്. 30-ാം UN കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നത്. അടുത്ത ചോദ്യം. നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസ് പഠനം അനുസരിച്ച് കഴിഞ്ഞ 46 വർഷത്തിനിടെ കേരളത്തിൻ്റെ എത്ര ശതമാനം തീരം ശോഷണം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട്? നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസ് പഠനം അനുസരിച്ച് കഴിഞ്ഞ 46 വർഷത്തിനിടെ കേരളത്തിൻ്റെ എത്ര ശതമാനം തീരം ശോഷണം മൂലം നഷ്ടപ്പെട്ടു? 60% ആണ്. 60%. താങ്ക് യു.